ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലിമയ്ക്ക് കഞ്ചാവ് നൽകിയ പിടിയിൽ. തമിഴ്നാട് ആന്ധ്ര ബോർഡറിലെ എണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഈ കഞ്ചാവ് എവിടെ നിന്ന് എത്തിച്ചതാണ്? ഇവർ തമ്മിൽ സ്ഥിരം ഇത്തരത്തിലുള്ള ഡീൽ ഉള്ളതാണോ? എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്? ശ്രീജ, തമിഴ്നാട് എണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ ഈ കഞ്ചാവ് നൽകിയ ആളെ പിടികൂടിയിട്ടുള്ളത്. ഇയാള് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഇയാള് എണ്ണൂർ സ്വദേശിയാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന ഒരാളാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മലേഷ്യയിൽ നിന്നാണ് ഈ കഞ്ചാവ് ലഭ്യമായിട്ടുള്ളത്. അന്വേഷണ സംഘത്തിൽ ആലപ്പുഴയിൽ നിന്ന് പോയ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറും ഒപ്പം തന്നെ CA മഹേഷും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഇയാൾ ഇത്തരത്തിൽ ഈ ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയാണ് ഈ കേസിൽ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തസ്ലീമ സുൽത്താനയുടെ അടുത്ത ബന്ധുവാണ് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഭർത്താവ് സുൽത്താനാണ് എന്നുള്ള സൂചനകളും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലായിട്ടുള്ളയാൾ എന്തായാലും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഇയാളുണ്ട്. ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ ഇയാളാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണവും ലഭ്യമായിട്ടുണ്ട്. ശരണ്യ, ഈ കേസിന്റെ അന്വേഷണം, ഇവരുടെ മറ്റ് സിനിമാ ബന്ധങ്ങൾ, ഇതിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നല്ലോ. ആ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഒപ്പം ഇവരുടെ ഈ സെക്സ് റാക്കറ്റുമായുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച അന്വേഷണവും? ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് പല കാര്യങ്ങളും ഇതിനകത്ത് പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് ശ്രീജ. അതായത് ഈ തസ്ലീമ ഈ 2 കോടി രൂപയുടെ കഞ്ചാവുമായി ആലപ്പുഴയിൽ എത്തുമ്പോൾ അത് വാങ്ങാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സംബന്ധിച്ചുള്ള യാതൊരു വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായി ആയിരിക്കും അത് രഹസ്യമായി സൂക്ഷിക്കുന്നതെങ്കിൽ പോലും അത് പുറത്തു വരേണ്ട ഒന്നാണ്. കാരണം ആരാണ് ഈ 2 കോടി രൂപയുടെ കഞ്ചാവ് വാങ്ങുന്നതിനായി ആലപ്പുഴയിൽ കാത്തുനിന്ന ആൾ എന്നുള്ളത്. ഒപ്പം തന്നെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേരത്തെ തന്നെ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതും സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ടുണ്ട്. മണ്ണഞ്ചേരി സ്വദേശികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ മണ്ണഞ്ചേരി സ്വദേശികൾ വഴിയുള്ള ഒരു ബന്ധമാണ് ഈ തസ്ലിമയ്ക്കൊപ്പം പിടിയിലായ ആളും ഫിറോസ് മണ്ണഞ്ചേരി സ്വദേശിയായിരുന്നു. അത്തരത്തിൽ ചില ഇൻവോൾവ്മെന്റ് ഇവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഈ കേസിൽ എക്സൈസിനപ്പുറത്തേക്ക് പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യകത ഉള്ള ഒരു കേസാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ വകുപ്പുകൾ കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ തസ്ലിമയ്ക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആളെ സംബന്ധിച്ചുള്ള അയാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇരുവരും ചേർന്നാണോ ഇത്തരത്തിൽ ഒരു കാരണം തസ്ലീമ സുൽത്താൻ എന്നാണ് ഇവരുടെ ഫുൾ നെയിം. സുൽത്താൻ എന്നുള്ളത് ഇവരുടെ ഭർത്താവാണ്. അയാൾ തമിഴ്നാട് എണ്ണൂർ സ്വദേശിയാണ്. എണ്ണൂരിൽ നിന്ന് പിടിയിലായിട്ടുള്ളത് സുൽത്താൻ ആണ് എന്നുള്ള വിവരവും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബം ഒന്നിച്ചാണ് ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയിരുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കുട്ടികൾ ഉൾപ്പെടെ ഇവിടേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. അതായത് തസ്ലിമയുടെ 2 മക്കളെ ഉൾപ്പെടെ ഈ കഞ്ചാവ് കടത്തിനായി ഉപയോഗിച്ചിരുന്നു. ഈ കുട്ടികൾ ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ അത് ചെക്കിങ്ങിന് വിധേയമാകാത്തതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടാണ് ഇവർ ഇവിടേക്ക് വരികയും ചെയ്തിരുന്നത്. ആ ഘട്ടത്തിൽ സുൽത്താൻ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ടീം പോകേണ്ടതുണ്ട്. എന്തായാലും ഈ ഭർത്താവ് സുൽത്താൻ ആണ് പിടിയിലായിട്ടുള്ള സൂചന നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.